മനുഷ്യൻ ഈ ദുനിയാവിലെ അജിതിയാണ്. മരണത്തിന്റെ വാഹനം അവന്റെ വീടിന്റെ പൂമാതിക്കൽ വന്നു നിൽക്കുന്നതോടെ ആ യാത്രക്ക് തുടക്കമായി എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അത് മണിമന്ദിരങ്ങളിലുള്ളവർ യാത്ര പോകണം, കുടിലുകളിൽ കടന്നിറങ്ങുന്നവർ യാത്ര പോകണം, തെരുവുകളിൽ നിയോൺ ബൾബിന്റെ ലൈറ്റ് ഓഫ് ആകാൻ കാത്തിരിക്കുന്നവർ, ചാക്ക് വിരിച്ച് കടന്നിറങ്ങുന്നവർക്ക് ആ യാത്ര പോകണം. ഖബറിലെ ആദ്യ രാത്രി അവർക്കുമുണ്ട് നമുക്കുമുണ്ട് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. പിന്നെ അവിടെ നിന്ന് ബർസഖും കടന്ന് മഹ്ശറും കടന്ന് കുറ്റവിചാരണയുടെ കൂട്ടിൽ വലത് കൈയിൽ ഗ്രന്ഥവും പിടിച്ചു നിൽക്കുന്ന വിറക്കാത്ത കൈകളോടെ നിൽക്കാൻ ഉത്തരം പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇതാ ഈ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ ജീവിതത്തിന്റെ ബഹുഭൂരിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിനിയോഗിച്ചോ. ബിസിനസ് ഒക്കെ അടക്കട്ടെ, രണ്ടാമത്തെ ജോലിക്കവിടെ നിൽക്കട്ടെ, രണ്ടാമത്തത് നിന്റെ മഈശത്ത് റബ്ബ് ശരിയാക്കി തരും. എന്തുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ അവന്റെ ഇബാദത്തുകൾക്കും പഠനത്തിനും സമയം ചെലവഴിച്ചാൽ. റസൂലുള്ളാഹിന്റെ ഹദീസപ്പ ഞാൻ പറഞ്ഞേ, റസൂലുള്ളാഹിന്റെ ഹദീസ പറഞ്ഞത് അള്ളാഹനെ പഠിക്കാനും ഇബാദത്ത് ചെയ്യാനും നീ സമയം കണ്ടെത്തിയാൽ നിനക്ക് അള്ളാഹു ജീവിതത്തിൽ നിന്റെ ജോലിയിൽ ധന്യത വരും. നീ അറിയാത്ത രൂപത്തിൽ റിസ്ഖിന്റെ വീട്ട് കിടത്തും. അതിന് കുറച്ച് വിശ്വാസം വേണം. എന്നാലേ ഇതിലൊന്നും പെടാതെ, ഇതിലൊന്നും സമയം കണ്ടെത്താതെ 24 മണിക്കൂറും ജോലിയും ബിസിനസ്സും ആ ചിന്തയും ആ യാത്രകൾക്കൊക്കെ മാത്രമാണ് സമയം കിട്ടുന്നതെങ്കിലേ നിന്റെ ദാരിദ്ര്യം തീരില്ല എന്നും വഹയിലൂടെ അതേ വഹയിലൂടെ കാര്യങ്ങൾ സംസാരിച്ച ഹബീബുനാ റസൂലുള്ളാഹി പറയാണ്, നിന്റെ ദാരിദ്ര്യം തീരില്ലടോ. നീ എത്ര സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിലായിരിക്കും നീ. എന്നാലേ ഇതിന്റെ പിന്നിൽ കാര്യമായിട്ട് ഇടപെട്ട് നടക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കിട്ടിയ മതിയോലെ മനസ്സ് നിറയുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റേതായ ജീവിതാവശ്യങ്ങളിൽ മാത്രം നടക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, എന്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാനിപ്പോ ആ ഒരു വിഷയത്തെ കുറിച്ചല്ല പറയണേ. ദേവാരംഗത്തൊന്നും നമ്മളെ പല ആൾക്കാരെയും കാണില്ല. ഇന്നിപ്പോ ഇവിടെ ഖുർആൻ ക്ലാസ് ഉണ്ട്. ഈ പരിസരത്തുള്ള ആരെങ്കിലും സമയം കണ്ടെത്തി വരുമോ? എന്നും കാണുന്ന മുഖങ്ങളല്ലാതെ ആരും വരലില്ല. എന്തേ ഇന്നൊക്കൊന്നും ഖബറില്ലേ? നിങ്ങൾക്കൊന്നും നാളെയുടെ മഹ്ശറയുടെ മുറ്റമില്ലേ? അല്ലാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോ കിതാബ് തരില്ലേ? സിറാത്ത് പാലം നിനക്കില്ലേ? അത് പ്രവാചകന്മാർക്ക് മാത്രമാണോ? ഈ ദീനിന് വേണ്ടി മരണപ്പെട്ടുപോയ ശഹീദായി പോയ സ്വഹാബാ കിറാമിന്റെ മാത്രമാണോ പരലോകം? ആലോചിച്ചു നോക്കൂ, നിങ്ങൾ മാത്രമാണോ? നമ്മളിങ്ങനെ ചൊല്ലിൽ കൂടിയാണ് പോയ രക്ഷപ്പെടുമെന്ന് ആർക്കെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ അത് ഭയങ്കര മൗഢ്യമായ ധാരണയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ആക്ടിവേഷൻ, നമ്മുടേതായ സജീവത ആ രംഗങ്ങളിലെല്ലാം ഉണ്ടാകണമെന്ന് ഞാൻ എൻ്റെ ഈ മേഖലയിലേക്കൊന്നും കടന്നു വരാതെ ഈ അലക്ഷ്യമായി അശ്രദ്ധമായി കടന്നു പോകുന്ന ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ശബ്ദമുണ്ടാക്കി ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എല്ലാ നന്മകളും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം അല്ലാഹു നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്നും സാമ്പത്തിക കെടുതികളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധുക്കളായ ഈ ഉമ്മത്തിലെ മെമ്പർമാർക്ക് വക്താക്കൾക്ക് അല്ലാഹു സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരിൽ നിന്ന് വിട പറഞ്ഞു പോയ അവരുടെ കുടുംബാംഗങ്ങളുടെ ഖബറിടം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം വലിയ മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ആദർശ സഹോദരി സഹോദരങ്ങളുണ്ട്. മരണപ്പെട്ടു പോയ മഗ്ഫിറത്തിനും റഹ്മത്തിനും അർഹരായ ആളുകൾക്കെല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അവന്റെ വിശാലമായ സ്വർഗം നൽകി അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇടകളിൽ നിന്നും മക്കളിൽ നിന്നും അല്ലാഹു നമ്മൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദർശത്തിൽ ജീവിച്ച് ഒരു യഥാർത്ഥ മുവഹ്ഹിദായി, ഒരു യഥാർത്ഥ മുസ്ലിമായി മരണത്തെ കണ്ടുമുട്ടാൻ മഹത്തായ സൗഭാഗ്യം സാധുക്കളായ പാപികളായ നമുക്കെല്ലാം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.